എന്തായാലും ശരിയാവട്ടെ. ഓ ഇവിടെ ഉണ്ടായിരുന്ന എന്താ സാരി കടക്കി വെക്കണം? എന്താ ടൂറ് പോണ്ട? അല്ല, ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണേ. അലമാരിയിലൊക്കെ കൂടി കൊഴഞ്ഞു മറിഞ്ഞിരിക്കയാണ്. എന്തേ? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ആ കുഞ്ഞൂട്ടൻ പിന്നെ തെറ്റിച്ച് എന്തെങ്കിലും തയ്ച്ചിട്ട്? അതൊന്നല്ല, ഒരു മനസമാധാനം എന്ന് പറഞ്ഞില്ലേ 2 ദിവസമായിട്ട്. എന്താ പൈസയുടെ ഓരോ കാര്യങ്ങള്. എന്താ പൈസന്റെ കാര്യം? അല്ല, ഞാനൊരു കച്ചവടത്തിൽ ഏർപ്പെട്ടേ ഒരു 1-2 ലക്ഷം ഉറുപ്പിയുടെ ഒരു ആവശ്യം വന്നിട്ട് പറയുമ്പോ എത്ര കച്ചവടങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മള്. ഒരു ഉറുപ്പ്യ ഇപ്പൊ ആവശ്യത്തിന് കിട്ടാണ്ടോ? അല്ലാ, എന്തെങ്കിപ്പോ എവിടേക്ക് പോവും ഞാൻ എന്ന് ആലോചിക്കണം. എന്തിന്? അല്ല, 2 ലക്ഷം ഉറുപ്പ്യ വേണം ഇപ്പൊ അത്യാവശ്യമായിട്ടേ. 2 ലക്ഷോ? വല്ലതും തിരുമറിക്കാണ്ട? അല്ല, എൻ്റെ വല്ല കായ് ഇരിക്കണ്ടാവിക്ക തിരുമറിക്കാനേ. 2 ലക്ഷം ഉറുപ്പ്യ. 2 ലക്ഷം അല്ലടി, പെട്ടെന്ന് അങ്ങോട്ട് ഇത് പെട്ടെന്ന് കിട്ടും, തിരിച്ചും കൂടെ തന്നെ കിട്ടും. അതൊക്കെ അറിയാലോ. പിന്നെ നിങ്ങള് ഇവിടുന്ന് മേടിച്ചോണ്ട് പോണ പൈസയൊക്കെ പെട്ടെന്ന് എനിക്ക് തരാറുണ്ടല്ലോ. തരാന്ന് പറഞ്ഞ ഏത് പൈസ ഇപ്പൊ എനിക്ക് തരാണ്ടിരുന്നേക്കണ്? അല്ല, അത് നിങ്ങളുടെ സൗകര്യത്തിനല്ലേ തരുന്നു. അതല്ല ഞാൻ പറഞ്ഞ, ഇതിപ്പോ അങ്ങനത്തെ അല്ല. അതിപ്പോ ഇങ്ങനെ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു പോയി. അതപ്പോ ഞാനാണെങ്കിൽ വാക്കും പറഞ്ഞ നമുക്ക് ഈ വാക്ക് പാലിക്കാണ്ടിരിക്കാൻ പറ്റൂല. അല്ല ഇപ്പൊ ഏറ്റവും ഇടങ്ങറായത്. ആരോട് വാക്ക് പറഞ്ഞു? ചെയ്യാ ഞാനേ ആരോട് വാക്ക് പറഞ്ഞേ? ഞാൻ ജോസുട്ടി ഞാനുമായിട്ടൊരു കച്ചവടം ചെയ്ത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഏതെങ്കിലും കുരുക്ക് ചാടണമെന്ന് നിർബന്ധം ഉണ്ടോ? ഒരു ബിസിനസ് ആണ് ഇപ്പൊ വാസുട്ടിയുടെ ഇവിടെ വന്ന് കിടക്കണ്. ഇനി ജോസുട്ടിനെ കിടത്താൻ അവിടെ സ്ഥലമില്ല. വേണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കിടക്കാം, ഒരു ഇവിടെ കിടന്നോട്ടെ. എന്തിനു എഴുതാപ്പുറം വായിക്കണത്? ഇത് എവിടേക്ക് പോണ്? പിന്നെ അല്ലാതെ ഇത് അങ്ങനത്തെ സംഗതി ഒന്നല്ല. ഇതൊരു കച്ചവടം ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതിനുള്ളൊരു കായ്ക്ക് തിരുമറിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്ത്. അത് നടന്നില്ല. ആ പറഞ്ഞ ആള് കായ് സമയത്തിന് കിട്ടിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവരൊക്കെ കാശ് റെഡിയായിട്ടുണ്ട്, എല്ലാവരും കായും റെഡിയായി. അപ്പൊ അവരൊക്കെ മാന്യന്മാരും ഞാൻ മാത്രം അങ്ങനെ ഒരു വാക്ക് പാലിക്കാത്ത ആളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതാണ്. നിങ്ങൾ ചോദിക്കണ പോലെ 10,000 15,000 അല്ല, 2 ലക്ഷം റുപ്യാന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ അറിയാത്ത പണിയൊന്നും എനിക്കില്ല. ഞാൻ വേറൊരു ജോലിക്കും പോകുന്നില്ല, ഇവിടെ ഇരിക്കുകയാണ്. അല്ല, അതല്ല ഞാൻ ചോദിക്കണം. എന്റെ ഈ കുറിയുടെ വല്ല പൈസ ഒക്കെ ചിലപ്പോ ഇങ്ങനെ റോളിങ്ങിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. അത് കണ്ടോണ്ടാണ്. അല്ലാന്ന് പയ്യ ഇത് കൊറേ നാളത്തേക്കല്ല, 2 മണിക്കൂർ നേരത്തെ കച്ചവടം. അത് 2 മണിക്കൂർ. നിങ്ങള് 2 മണിക്കൂർ രണ്ടും വേണ്ട അതിന്. അല്ല, അനക്ക് എന്നോട് പറഞ്ഞാ എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. നിങ്ങള് പറയ്, കായ് വേണമെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും നോക്കാം. ഇത് സ്ഥലക്കച്ചവടാണ്. അപ്പോ ആ സ്ഥലക്കച്ചവടം ചെയ്യുമ്പോ അതിന്റെ കായ് കൊടുത്ത് മേടിക്കണത് നമ്മളല്ല. പക്ഷെ ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോ നമ്മളാണ് സ്ഥലം മേടിക്കണം എന്നുള്ള നിലക്കാണ് സ്ഥലം മേടിക്കണത്. അത് മേടിക്കുമ്പോ തന്നെ അപ്പുറത്ത് ഇതിന്റെ ശരിയായിട്ട് സ്ഥലം മേടിക്കുന്ന ആൾ അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ മുൻകൂർ ഈ സാധനം മേടിച്ചിട്ട് ആ കായ് നമ്മുടെ പേരിൽ തന്നെ സ്ഥലം മേടിച്ച് എഴുതിയ മാതിരി അപ്പം തന്നെ മാറ്റി അയാൾക്ക് എഴുതുമ്പോൾ അയാൾ അപ്പം തന്നെ കായ് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇടപാടാണ്. ഈ കായ് അങ്ങോട്ട് കൊടുത്ത് നമ്മൾ എഴുതലും ഇയാൾക്ക് മറച്ചു കൊടുക്കലും ആ കായ് ഇങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ആ 2 മണിക്കൂർ നേരത്തെ ഒരു കഥയാണ് ഇപ്പം അത്. ആ കായ് കിട്ടിയാൽ 2-3 ലക്ഷം ഉറുപ്പ്യ കിട്ടുമ്പോൾ അത് എൻ്റെ നിന്ന് പോവുകയും ചെയ്യും. അതല്ല കാശിന്റെ മാത്രല്ല, വാക്ക് പാലിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ പറഞ്ഞത് എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ എനിക്ക് മനസ്സിലാവാത്ത? അല്ലെങ്കിൽ എൻ്റെ കായ് പോണ കാര്യം വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കിപ്പോ അങ്ങോട്ട് കായ് തരേണ്ട വെച്ചാൽ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ മനസ്സിലാവാത്ത കഥയ്ക്ക് 2 ലക്ഷം റുപ്യ തരാൻ എനിക്ക് പറ്റിയുമില്ല. ഞാൻ എപ്പോഴാണ് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കായ് ചോദിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത് എപ്പോഴും തന്നെ എന്റെ സ്ഥിതി. ഞാൻ നിങ്ങൾക്ക് കായൊക്കെ തരാറുണ്ട്. ഇത് വെറുതെ ആവശ്യമില്ലാത്ത എന്തോ ഒരു എനിക്ക് പറ്റുമെങ്കിൽ സഹായിക്കാം, അത്ര ഉള്ളു. ഇല്ലെങ്കിൽ വേണ്ട, അതിന് വേണ്ടി ഇത്ര തരികടന്ന് വെച്ച് പറയേണ്ട കാര്യമില്ല. എന്ത് കള്ളക്കഥ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ എന്നോട് കഥ പറഞ്ഞത്? ഞാൻ ഇതിപ്പോ പറഞ്ഞു തരാവുന്നതിന്റെ ഒരു വിധം മനുഷ്യന് പറഞ്ഞു തരാവുന്ന പരമാവധി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തരാൻ പറ്റുകയും ചെയ്ത് തരണ്ടാന്നേ. വിക്കി തോൽപ്പിക്കണമെന്നല്ല, എന്റെ കായ് എന്റെ ഇരുന്നോട്ടെ. എന്തിനാ എന്നെ വിക്കി തോൽപ്പിക്കണത്? എന്റെ കായ് മുഴുവൻ പുഴിഞ്ഞങ്ങോട്ട് തിന്നു.
ഒരു കാര്യം പറഞ്ഞാൽ എനിക്കറിയാ പൈസ കിട്ടാൻ വേണ്ടിട്ട് വെറുതെ വിക്കൊക്കെ കാണിക്കാണ് എന്റെ അടുത്ത് അതൊക്കെ പണ്ട് ഞാൻ പഠിച്ചതൊക്കെ